അമ്മ ഇന്ന് ബിഗ് ബോസ് കാണുന്നതിന് മുമ്പ് ചെറിയൊരു പരിപാടിയുണ്ട്. ഒരു ടീം ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നു. ന്യൂസ് ടുഡേ. ന്യൂസ് ടുഡേ. എറണാകുളത്ത് വന്നേ. വീട്ടിന്റെ അകത്ത് വെട്ടമില്ല, പുറത്തിറങ്ങണം. വാ. ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ഇല്ല, അതൊന്നും പറയത്തില്ല. നാട്ടുകാരും എടുത്തിട്ട് ഇടിച്ചു കളയും. അതൊന്നും പറയത്തില്ല കേട്ടോ. എന്താ ന്യൂസ് ടുഡേ? ടുഡേ. അനീഷിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആരെയും ഒന്നും പറയാത്ത ഒരു രീതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായ. കാരണം പെൺകുട്ടികൾ എന്ത് കാണിച്ചാലും വളരെ ക്ഷമിക്കുന്ന അതിനകത്ത് ഭയങ്കര ക്ഷമയുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് കൂടുതലും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ സ്വഭാവ രീതി വെച്ച് ആരെയും ഒന്നും പറയാത്ത നല്ലൊരു സ്വഭാവം, അതായത് നല്ല ഇതായിട്ട് നല്ല മെച്ചൂർഡായിട്ട് പെരുമാറുന്ന ഒരു രീതി. അതുകൊണ്ടാണ് എനിക്ക് അനീഷിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ. ജിസേലിനെ മിസേൽ എന്നാ പറയും, ആദിലേനെ ആതിര എന്ന് പറയും, പിയാറിനെ പെരിയാർ എന്ന് പറയും. അതാണ് ലാലേട്ട അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഈ തള്ളക്കിനി എന്താണോ ഒരു പട്ടുസാരി കൊടുത്ത് അവരെ ശോഭയിലിരുന്ന് കാണുന്നത്. ഞാൻ വിചാരിച്ച അതിലാണ്, ആ വീഡിയോ ആണ് കേറിപ്പോയത്. ഷാനവാസ് ഒരുപാട് പുറകിലോട്ട് പോവുകയും പോന്ന്. പിന്നെ അതിനകത്ത് എല്ലാരും മറ്റുള്ളവര് പറഞ്ഞ് ഇതാക്കിയിട്ടാണ് ഷാനവാസ് അത്ര ദേഷ്യം പിടിക്കുന്നത്. എടി പൊടി ഇങ്ങനെയുള്ള പറച്ചിൽ പറയുന്നു. പിന്നെ അതല്ല, മറ്റുള്ള പെൺകുട്ടികളും ഒരുപാട് ഇതാക്കുന്നു, ഷാനവാസിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ ഷാനവാസ് അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചു അനീഷേട്ടനെ പറയത്തുള്ളൂ. അപ്പൊ അനുമോളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാത്രമല്ല, അവിടെ ഓഡിയൻസ് മൊത്തം ഞെട്ടി. എനിക്ക് ശോകമായിട്ടോ തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ അങ്ങനല്ല, ലക്ഷ്മി കുറ്റം പറയല്ല, ലക്ഷ്മി കളിക്കുന്നുണ്ട്. എന്നാലും ടീച്ചറിനെ പോലുള്ള ഒരു രീതിയാണ്. തമ്പുരാട്ടില്ലായി അത് തീരെ ഇഷ്ടപ്പെടാത്ത. എല്ലാരും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പം എല്ലാവരും ഒന്ന് തന്നെയാണ്. അതിന് തമ്പുരാട്ടി ആവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാരും ഒന്ന്. ചിലര് ചോദിക്കും ഇവരാരും വന്നെന്ന് പറയാം. ഞങ്ങളിത് പറയുന്നതിന്റെ കാരണം നമ്മളിപ്പോ റിവ്യൂ ചെയ്ത് ലാലേട്ടൻ അങ്ങോട്ട് വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ വന്നതും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ